അങ്ങനെ ഒരിക്കൽ നമ്മുടെ ശ്രീകൃഷ്ണൻ പുണ്ടലികനെ കാണാൻ അദ്ദേഹത്തിൻ്റെ കുടിലിന് മുന്നിൽ വന്നത്രേ. എന്നാൽ ഭഗവാൻ വന്ന് പുറത്തു നിൽക്കുന്നത് കണ്ടിട്ടും പുണ്ടലികന് എണീക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ പുണ്ടലികന്റെ മടിയിൽ തൻ്റെ മാതാപിതാക്കൾ ഉറങ്ങുകയായിരുന്നു. അവരെ ശല്യപ്പെടുത്തിയാൽ അവർക്ക് വൃദ്ധാവസ്ഥയിൽ ബുദ്ധിമുട്ടാവുമെന്ന് ഓർത്ത് പുണ്ടലികൻ ഭഗവാനെ നോക്കി അവിടെ കിടന്നിരുന്ന ഒരു ഇഷ്ടിക എടുത്ത് ഭഗവാന്റെ നേരേക്ക് വയ്ക്കുകയാണ്. എന്നിട്ട് ഭഗവാനോട് പറയുകയാണ്, അങ്ങ് അല്പനേരം കാത്തു നിന്നാലും ഈ ഇഷ്ടികയുടെ പുറത്ത് ഞാൻ എൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചതിന് ശേഷം ഓടി അങ്ങയുടെ അടുത്തേക്ക് വരാമെന്നാണ്. തൻ്റെ ഭക്തന് തൻ്റെ മാതാപിതാക്കളോടുള്ള അഗമ്യമായ സ്നേഹവും അവരോടുള്ള ശുശ്രൂഷ മനോഭാവവും കണ്ട് ഭഗവാന് പോലും ഭക്തനോട് ഒത്തിരി സ്നേഹം തോന്നുകയാണ്. ഭഗവാൻ തൻ്റെ 2 കൈയും ഇടുപ്പിൽ വെച്ച് അങ്ങനെ ആ വിട്ട് എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടികയുടെ പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഭഗവാന് വിഠൽ എന്ന പേര് ലഭിക്കുന്നത്. ഭഗവാൻ അവിടെ ഈ രൂപത്തിൽ നിൽക്കുന്നത് കണ്ട് തൊട്ടടുത്ത് തന്നെ രുക്മിണി ദേവിയും വന്ന് അതേ രൂപത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ നിങ്ങളിപ്പോൾ കാണുന്ന വിഠൽ രുക്മിണി ക്ഷേത്രത്തിൽ ഈ ഒരു പോസ്റ്ററിലാണ് ഭഗവാന്റെ വിഗ്രഹമുള്ളത്. പുണ്ടലികന്റെ ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിലേറ്റവും പ്രഥമമായത് തൻ്റെ മാതാപിതാക്കളോടുള്ള സ്നേഹം. നമ്മളെല്ലാവരും മാതാപിതാക്കളെ സേവിക്കുമ്പോൾ അത് ഈശ്വരനോടുള്ള സേവ തന്നെയാണ്. എല്ലാവരും മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പുണ്യത്തെക്കുറിച്ചും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും വളരെയധികം പറഞ്ഞു തരുന്ന ഒരു കഥയാണ് പുണ്ടലികൻ്റെ കഥ. അതുപോലെ തന്നെ ഈ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന്, ഭഗവാൻ എപ്പോഴും നമ്മുടെ കർമ്മം വെടിഞ്ഞ് ഭഗവാനെ സേവിക്കാൻ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കർമ്മം ചെയ്യുക എന്നാണ് ഭഗവാൻ എപ്പോഴും പറയുന്നത്. നമുക്കായി ഉള്ള കർമ്മങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും പുണ്ടലികൻ്റെ ഈ കഥ ഒത്തിരി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പന്ധാർപൂരിൽ ഈ ഒരു ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. പന്ധാർപൂർ നഗരം ഭക്തിയിൽ കുതിർന്ന ഒരു നഗരമാണ്. ഇനി വിഠല ഭഗവാന്റെ ഒരുപാട് ഭക്തരുടെ അനേകം കഥകൾ ഇനിയുമുണ്ട്. വരുന്ന വീഡിയോസിൽ നമുക്കതിൽ ഓരോന്നായിട്ട് നോക്കാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹരേ കൃഷ്ണ. ഗോഡ് ബ്ലെസ്.